നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ടോയ്സ് ആണ്. എന്റെ ഗിത്താറൊക്കെ തുടങ്ങാം. ഇതാണ് ഐശുവിന്റെ ഗിത്താറ്. ഇതിനകത്ത് ബാക്കിൽ വെച്ചോ. പിന്നെ ഇത് പിയാനോയാണ്, കണ്ടോ? ഇതിൻ്റെ കൂടെ മൈക്കും ഉണ്ട്. വർക്ക് ആവത്തില്ല, ബാറ്ററി ഇട്ടിട്ടില്ല കേട്ടോ. സോറി, അതും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇത് ഐശുവിന്റെ ഫോണാണ്. അമ്മക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നതാണ് ഫോണിൽ. ഇങ്ങോട്ട് വന്നാണ് ചോദിക്കണം, ഇത് എവിടെ നിന്നാണ് ഐശു എന്ന്. ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാര്യമുണ്ട്, അതൊന്നില്ലേ നിന്റെ സാധനം. ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നാണ് ഞാൻ പറ്റില്ല. ഇത് എവിടെ നിന്നാണ് മേടിച്ചേ? ഇതും ദുബായിൽ നിന്നാണ്. അപ്പൊ ഇതോ? ഇത് ഓൾസോ ദുബായ്. ഓക്കെ. ഇത് ദുബായിന്നാണ്. മൈക്കിൻ്റെ കൂടെ കിട്ടിയതാണ്, അല്ല പിയാനോയുടെ കൂടെ കിട്ടിയതാണ്. അടുത്ത ഫാദോ. ഇത് ഐശുവിന്റെ റോബോട്ട് കാറാണ്. എനിക്ക് ഇതിന്റെ ചുമപ്പുണ്ട്, എനിക്കിതിന്റെ റെഡ് ഉണ്ട്. പക്ഷെ ഐശുവിന്റെ മുഖം റെഡാണ്. എൻ്റെ കാറിന്റെ കളർ റെഡ്, പക്ഷെ എൻ്റെ മുഖം യെല്ലോയും ആണ്. അത് കുട്ടിയാണ് ഗെയിംസ്. ഇതും ഓൾസോ ദുബായ്. ഓക്കെ എടാ യു ഇത് റോബോട്ടാണ്. കണ്ടോ? റോബോട്ട് കണ്ടോ? റോബോട്ടാണ്. ഹലോ ഗൈസ്, ഇതാണെങ്കിൽ ഐശുവിന്റെ ഉമ്മച്ചി പറഞ്ഞതാണ്. ഇത് ആണെങ്കിൽ ബാഗ്മാനിന്റെ കൂടെ കിട്ടിയ റിമോട്ടാണ്. എൻ്റെ ഇരിക്കാണ് ബാഗ്മാൻ കാറ്. വർക്കിയോ ഇല്ലയെന്ന് അറിഞ്ഞൂടെ, ഓണാക്കിയാലേ അറിയാവുള്ളൂ. ഇത് വർക്ക് ചെയ്യും കേട്ടോ. എവിടെ നിന്നാണ്? ഇത് ഓൾസോ ദുബായിൽ നിന്നാണ്. വാർത്തയുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരും. ഇന്നലെ എൻ്റെ കയ്യിരുന്ന ഡോളാണ്. എൻ്റെ ഫേവറേറ്റ് ഡോളാണ്. എൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റും. പിന്നെ കൈ രണ്ട് മാറ്റാനൊക്കെ പറ്റുന്ന ഡോളാണ്. അത് യുവർ ടേൺ. അതൊക്കെ നോക്കും. ഹലോ ഗൈസ്, ഇത് ഐശുവിന്റെ വെടിവണ്ടിയാണ്. ഹലോ ഗൈസ്, ഇത് ഐശുവിന്റെ ടാങ്കറാണ്. ഇതൊരു ടാങ്കറാണ്. ഹലോ ഗൈസ്, ഇത് ടാങ്കറാണ്. നമ്മൾ ഇതിന്റെ പുറത്ത് പരിചയപ്പെട്ട് വരാം. പക്ഷെ ഇതിന്റെ ഈ ഒരു വീലങ്ങ് പൊട്ടിപ്പോയിരിക്കുകയാണ്. അത് ആരാണെന്ന് അറിഞ്ഞൂടെ. ചിലപ്പോ ചിലപ്പോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സാധനം കിട്ടും, അത് വെച്ച് കറക്കിയപ്പോൾ ടയർ ഇങ്ങനെ പോയി. അതുപോലെ തെറ്റൊന്നും അല്ലല്ലോ, സ്വാഭാവികം അല്ലേ? ഇതും ദുബായിൽ നിന്നാണ്. ഇതെല്ലാം ദുബായിൽ നിന്നാണ്. പിന്നെ ഇത് നിനക്കറിയാലോ, ഉപ്പി ഈജിപ്തിൽ കൊണ്ടുവന്നതാണ്. നിനക്ക് ഇതിൻ്റെ വേറെ ഉണ്ടല്ലോ എനിക്ക്. പക്ഷെ അതിന്റെ 50 കാല് ഒടിഞ്ഞു പോയി. 50 ഇത് 2 കാലൊടിഞ്ഞു പോയി. പിന്നെ എൻ്റെ വേറെ കാണിക്കാം. ചൂടെടുക്കണല്ലോ. കണ്ടോ? ഞാൻ പറയാൻ വന്നപ്പോ തന്നെ പറയണമായിരുന്നില്ലേ?
അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ. ഇത് മാത്രം ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ എനിക്ക് വാങ്ങിച്ചു തന്ന സാധനമാണ്. കുറച്ചൊക്കെ വെറും കുറച്ച് മാത്രം ദുബായി തോന്നുന്നു. ദുബായിന്നും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈജിപ്തിൽ നിന്നും. ഹലോ ഗൈസ്, ഇതാണെങ്കിൽ ഐഷാണെങ്കിൽ ഇത് റേസിംഗ് കാറാണ്. ചിലപ്പോൾ ഇത് ഐഷ ദുബായിൽ നിന്ന് മേടിച്ചതായിരിക്കും. അങ്ങനെ ഇതാണെങ്കിൽ ഒരു റേസിംഗ് കാറാണ്. കണ്ടോ ഇവിടെയൊക്കെ റേസിംഗ് നമ്പർ 3 ആണെന്നാണ് തോന്നുന്നത്. നമ്പർ കൊടുത്തിട്ടില്ലല്ലോ ഇതില്. ആണ് ഇപ്പോൾ ലാസ്റ്റത്തെ നമ്പർ ആയിരിക്കും, 100 ആയിരിക്കും. ഇത് എവിടെ നിന്നാണ്? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇനിയെല്ലാം ദുബായിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ഞാനാണല്ലേ. വേണ്ടേ ഫാദു താഴെ പോയിട്ട് അതൊന്നും എടുത്തിട്ട് വാടാ. ബാക്കിൽ കൂടെ പോ. ആ കണ്ട ഫ്രണ്ടിൽ കൂടെ പോലെ. ഇതൊരു കാറാണ്, നിങ്ങൾക്കറിയാം. ഇതിൻ്റെ നല്ല കറക്കുമ്പോൾ ലൈറ്റ് എത്തും. ഇതിൻ്റെ കൂടെ കിട്ടിയ ഇതാണ്. ദിസ് ഓൾസോ ദുബായ്. ഓക്കെ, ഹലോ ഗൈസ്, ഇതാണെങ്കിൽ ദുബായിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണെങ്കിൽ ഐഷു ആണെങ്കിൽ ദുബായിൽ നിന്ന് മേടിച്ചതാണെന്ന്. സോറി, ദിസ് നോട്ട് ദുബായ്. ദിസ് ഈസ് ദുബായ്. ഹലോ ഗൈസ്, ഇത് ദുബായിൽ നിന്നാണ് മേടിച്ചത്. അതാണെങ്കിൽ ഐഷു ആണെങ്കിൽ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓരോ കഥ ഇങ്ങനെ തീർന്നി കിടക്കാണ്. ഇത് രണ്ടും പറയാനായിട്ട് ഉപ്പ് ഇത് നിന്റെ തലയെ വന്ന് വീണാനാ. തലയൊന്ന് വീണ് തല പൊട്ടി നാല് സ്പൈഡർമാൻ ആവും. ഫാദു നിനക്കറിയോ? എമറൈറ്റ്സിന്ന് കിട്ടിയതാണ് ഫാദുവിൻ്റെത്. ഇത് കഴിഞ്ഞ വശം കിട്ടിയത്, ഇത് ഈ വശം കിട്ടിയത്. ഈ വശം അതടുത്ത നീ കാണിജി. ഐഷുവിന്റെ ബുക്കാണിത്. ഐഷു ആണെങ്കിൽ മേടിച്ച ബുക്കാണിത്. മേടിച്ചതല്ലേ, സീറ്റ് നല്ല കുളാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം പൊളവൊക്കെ. ആ കളറിങ് അവിടെ എയർ ഹോസ്റ്റേഴ്സ് ഐസ് കുറേ ആക്കിയായിരുന്നു. അത് ഞാൻ കാണിക്കാൻ പോയപ്പോൾ ഐസ് അതിന് സമ്മതിച്ചില്ല. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഇത് കണ്ടോ ഇത് ഐഷു ആണ് കാണിച്ചേ. ഇതിൽ വരച്ചൊക്കെ മുറിച്ചൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. തമിഴ്നാട് ഐഷു ആണെങ്കിൽ എന്തോതിനാണ് വരച്ചതെന്ന് നിങ്ങൾ നോക്കിയേ. നിങ്ങൾക്കറിയോ, ഞാൻ ഇത് വരച്ച് ഇതൊക്കെ ഞാൻ വരച്ച് ഇതൊന്ന് വരച്ചപ്പം തെറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ. നോക്ക് ഇതിലെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഐഷ് അങ്ങനെയല്ലേ വരച്ച്. ഇത് ഓക്കെ.
ആദ്യത്തെ മടിയായി. ഓക്കെ. എടാ എൻ്റെ കൈ ഫാൻ. ഇത് ഈജിപ്തിനാണ്. ഈജിപ്തിനാണോ? സോറി, ഉപ്പേ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എവിടെയാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കാണിച്ചു. ഞാൻ കാണിച്ചു, നീ കാണിച്ചില്ല. ലൈറ്റ് എത്തിപ്പിക്കണ കാണിക്കണ്ട. അത് ഞാൻ കാണിക്കും. കാണിച്ചു. പിന്നെ ഫോൺ അടിച്ച് പിടിക്കുമ്പം ഇതിനെക്കാട്ടിയും കഷ്ടം ബൈബ്. ഇപ്പോൾ നമ്മൾ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വാട്ടറൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. കുറച്ചൊക്കെ പോയിട്ടില്ല ഗൈസ്, അത് ചുമ്മാ അറിയുന്നതായി. വാട്ടറൊക്കെ പോവും. ബട്ട് ഇപ്പൊ പോയിട്ടില്ല. യെസ് യെസ്. പോയിപ്പിക്കണ്ടല്ലോ. ഈ ഒട്ടകത്തിന്റെ തോറിയായിഷുവിനെ നാണം കെടുത്താൻ പറഞ്ഞു. എനിക്ക് നാണയില്ല. ഞാൻ ചോദിക്കാൻ ഇത് ഞാനാണ്. കണ്ടോ അടിപൊളിയല്ലേ? ഇവിടെ ഇവിടെ രണ്ട് പൊങ്ങലോ. ഒട്ടക്കത്തിന് രണ്ട് പൊങ്ങൽ. അത് ഇവക്ക് നോക്കൂ ഗൈസ്, ഒട്ടകത്തിന് ഇവിടെ ഒരു പൊങ്ങൽ, ഇവിടെ ഒരു പൊങ്ങൽ. ഇത് ചെമ്മരിയാടിന്റെ ചെമ്മരിയാടിന്റെ കണക്കിരിപ്പുണ്ട്. റിയൽ ചെമ്മരിയാട് ആണെന്ന് തോന്നുന്നു. ഇവര് പെയിന്റ് അടിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. ചെമ്മരിയാടിനെ പോലെയൊക്കെ ഇരിക്കുന്നോണ്ട് നമുക്ക് അങ്ങനെ തോന്നാറുണ്ടല്ലോ. ചെമ്മരിയാടിനൊക്കെ ചിലപ്പോഴേക്ക് പൊങ്ങലൊക്കെ വരാറുണ്ടല്ലേ, രണ്ട് പൊങ്ങൽ. അതെന്തെന്നാ? അത് സോറി അത് വയ്യാതെ. അതല്ല, അതെന്തെന്നാ ഇങ്ങനെ പൊങ്ങല് വന്നാ ഇതിന്റെ ഒരു കൊതു അടിച്ചു. അപ്പൊ ഇത് ചുരുങ്ങി ചുരുങ്ങി രണ്ടിനും പൊങ്ങലായി. കണ്ട അങ്ങനെയാണ് ഇത് തടിച്ചു പോയത്. കൊതു അടിച്ചപ്പം ഇതിന്റെ ബ്ലഡ് പോയില്ലേ. നമ്മളെ കൊതു അടിക്കുന്ന അവിടെ ചുറിയൂലേ, അതേപോലെ ചുറിഞ്ഞപ്പം ബ്ലഡ് ഫുൾ പോയപ്പോൾ ചുരിഞ്ഞ് തടിച്ച്. ഈ അങ്കിൾ എന്ത് ചെയ്ത് ഖുർആനും ഓതി ചുറിഞ്ഞു കൊടുത്ത്. കൈ എന്ത് പോകില്ലേ, കയ്യൊക്കെ ആടല്ലേ, ചുറിഞ്ഞു കൊടുത്ത്. അപ്പം ചുറിഞ്ഞ് അത് തടിച്ചു പോയി. പിന്നെ ഇവിടെ ചൊറിഞ്ഞു കൊടുത്ത് ഈ സ്ഥലത്ത്. അങ്ങനെ ചൊറിഞ്ഞ് അതും തടിച്ചു പോയി, ഇതും തടിച്ചു. ഇങ്ങനെയാണ് തടിച്ചത് ഒട്ടകം. അത് അയാൾ വീരാതെയും പിന്നെ ബുക്കൊക്കെ വായിക്കാനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത്. അതുകൊണ്ടാണ് അങ്കിൾ മലപ്പുഴം ചൊറിഞ്ഞത്. ഇതാണ് എൻ്റെ ഡോൾ. ബാക്കായി പോയി. എനിക്കൊരു ഡോളുണ്ട്. ദുബായ്. യെസ്, ദുബായ്. ഓൾസോ ദുബായ്. ഇത് പെങ്കിൻ, ഇത് ദുബായ് ഒട്ടകം. കണ്ടായിസ്, ഈ ഒട്ടകത്തിന് ഒരു തടിയല്ലേ ഉള്ളൂ, പക്ഷെ മറ്റേതിനാ രണ്ട് തടി. ഞാൻ പറഞ്ഞില്ലേ ചൊറിഞ്ഞതാണ്. എന്തേതിനോ ഒരു തടിയേ ഉള്ളു. ഓക്കെ, അപ്പൊ അത് തന്നോളൂ. എൻ്റെ തീർന്നു ഗ്യാസ്. ബൈ ബൈ. എൻ്റെ JCB ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. ഇത് ഐശുവിൻ്റെ പോപ്പട്ടാണ് ഗായ്സ്. ഇത് ഐശുവിൻ്റെത് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നണം. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ കുറച്ചേ പരിചയപ്പെട്ടോട്. പോപ്പിട്ട് കാണിച്ചു കൊടുക്കില്ല നീ. പോപ്പിട്ട് എല്ലാവർക്കും കാണുന്ന സാധനമാണ്, പക്ഷെ എൻ്റെ ടോയ് അല്ലേ ഇത്. ഇന്ത്യൻ ആർമിയാണ് ഇത്. ദുബായിൽ നിന്നല്ല, ഇത് ടൂറിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഗ്രാൻഡ് ഫാദർ സജാഹ് അങ്കിൾ എന്നാണ് കൊണ്ടുവന്നത്. ഹലോ ഗായ്സ്, ഇതാണെങ്കിൽ റോബോട്ട് കാറാണ്. ഇത് ഇന്ത്യയിലാണ്. സോറി, ദുബായ്. എനിക്ക് ഇതേപോലത്തെ കാർ ഒരാൾക്കും കൂടി ഉണ്ട്, പക്ഷെ ഇതേപോലത്തെ മുഖമാണ്. പക്ഷെ ഇതേപോലത്തെ ടയറൊന്നും അല്ല, വേറെ തരത്തിലുള്ള ടയറാണ്. യെസ്, പൊങ്ങച്ചടിച്ചപ്പോഴേ തോന്നി.
അതപ്പം നിന്റെ മണ്ടയാക്കൂടാ. Last and final my toy is this bag. Am I right? ഇത് നില്ല്. ഇത് എമറൈൻസ് ആണ്. പിന്നെ ഇതൊരു സ്ഥലമാണ്, പാർക്കാണ്. ഷാർജയല്ല, ഒരു ദുബായിൽ ഒരു സ്ഥലമുണ്ട്. അവിടത്തുള്ള ഒരു പാർക്കാണ്. മൊട്ട വെയിലത്തൊന്നും ആരും പോവല്ല കേട്ടോ, വൃത്തിയായിട്ട് പറയുകയാണ് കേട്ടോ. സത്തുപോവും അവിടെ പോയാൽ. നമ്മൾ വെയിലൊക്കെ താന്ന് നല്ല സുഖമായിട്ട് പോവാം. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അടുത്തൊരു ഇത് പോണത് ലാൻഡ് ചെയ്യാനാണ്, ടേക്ക് ഓഫ് ചെയ്യാനാണ് കേട്ടോ. ലാൻഡല്ല, ടേക്ക് ഓഫ് ചെയ്യാനാണ്. ലാൻഡിനല്ല കേട്ടോ, ടേക്ക് ഓഫിനാണ്. അപ്പം ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു എന്താ പറയുക, എന്തായിരുന്നു എയർപോർട്ടുണ്ട്. അപ്പം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി അത് പോകണതാണ്. പിന്നെ ഇതിനകത്ത് കുറേ അണ്ടും സാധനമുണ്ട്, കാണിക്കണം. ചുമ്മിരിക്കാൻ കണ്ട ചെസ്സിൻ്റെ സാധനങ്ങൾ കേസ് കണ്ടിട്ടുണ്ട്. ഇത് ബാറ്ററീസ് ആരും കാണണ്ട, ചെറുതായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. കണ്ട ഇങ്ങനെ കണ്ടാ മതി. അതൊരു തരൂലോ. അങ്ങനത്തെ അന്തും കുന്തും, പിന്നെ ഒരു ബാൻഡും മോതിരവും. ഫൈനൽ അവിടെയാണ് തുമ്പുന്ന സാധനം. തിരിച്ചു ബാർബീനെ ഞാൻ പൊട്ടിച്ചു. ബാർബി ഓക്കെ, എൻ്റെ സാധനങ്ങൾ തീർന്നു. ബൈ. അല്ല, ആ ഹായൊക്കെ ഞാൻ തിരിച്ചെടുത്തു. ഇതാണെങ്കിൽ ഗണ്ണാണ് ഗൈസ്. ടിഷ്യൂ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ നിങ്ങൾ. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള നിൽക്കുമ്പം കണ്ണ് തുറക്കും, കണ്ടോ? കിടക്കുമ്പോൾ കണ്ണ് അടയ്ക്കും. സാധു, ഇന്ന് നമുക്കേ ഒരുമിച്ച് ഒരു പാട്ട് പാടാമേ. വേണ്ട, നമുക്ക് ഒരുമിച്ച് പാടാം, കുഴപ്പമില്ല. ഓരോരുത്തരായിട്ട് പാടാം. അയ്യോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പാടാം. ഒരുമിച്ച് കേസിനെ പറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. ഒരുമിച്ച് പാടാൻ പറഞ്ഞപ്പോ പാടയില്ല. ഒരുമിച്ച് ഓരോന്നായിട്ട് പാടണം. Game over.